Hey guys, how are you all doing? പതിവിലും വിപരീതമായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. മറ്റൊന്നുമല്ല, ഗോൾഫിംഗ്. I'm not a golfer, but ഒരു 3-4 തവണ ഞാനിങ്ങനെ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. So I kind of like it. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. എന്താവുമെന്ന് കണ്ടറിയാം. മോർണിംഗ് 7:36 ഒരു സ്ലോട്ടാണ് എടുത്തിരിക്കുന്നത്. വെയിൽ ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ട് സൺറൈസ് ഒക്കെ കണ്ടിട്ട് പോകാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ നമ്മളിത് കളിക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായ രീതിയിൽ ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ ടു യു ഗൈസ്. സമ്മർ ഓൾമോസ്റ്റ് തീരാനായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെ 7:36 സ്ലോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നൊരു വീക്കെൻഡ് കൂടെയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഗോൾഫ് കോഴ്സിലേക്ക് എത്താനായിട്ടുണ്ട്. ഒരു അല്പം നേരത്തെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം നമ്മൾ അവിടെ ചെന്ന് ഇൻ കേസ് ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സെറ്റാവാനും ഒക്കെ പറ്റും. അധികം ധൃതി വെച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഈ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഗോൾഫിങ്ങിൻ്റെ കുറേ ആപ്സ് ഉണ്ട്. നമുക്ക് അതിൽ കൂടെ നമുക്ക് ഗോൾഫ് കോഴ്സ് കണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. 9 ഹോൾസും ഉണ്ട്, 18 ഹോൾസും ഉണ്ട്. നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്തേക്കുന്നത് 18 ഹോൾസിൻ്റെ ഒരു ഇതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആപ്പിൽ കൂടെ നമ്മൾ പ്രീ ബുക്ക് ചെയ്യും. ആൻഡ് അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് 2 രീതിയുണ്ട്. ഇതർ നമുക്ക് നടന്നു പോയി കളിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കാർട്ട് എടുത്തിട്ട് കളിക്കാം. ഫസ്റ്റ് ഞാൻ ഒരു തവണ പോയപ്പോൾ നടന്നാണ് കളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് 18 ഹോൾസ്. ഓ മൈ ഗോഡ്, അന്ന് ഭയങ്കര വെയിലും ചൂടും എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു തീരുമാനം വരെ എടുത്തിരുന്നു. സോ ഇന്ന് ഞാൻ കാർട്ടാണ് എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ കാർട്ട് എടുക്കുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഒരു I guess $16 to $18 നമ്മൾ പേ ചെയ്യണം. അത് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എടുക്കണമെന്ന് മസ്റ്റ് ഒന്നുമല്ല. നമ്മളവിടെ ചെല്ലുമ്പം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ പേ ചെയ്തിട്ട് നമുക്ക് കാർഡ് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അപ്പം നമ്മൾ ഈ ബുക്ക് ചെയ്യുന്ന ആ ഒരു കളിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിനെ പറയുന്നത് ടീ ടൈം എന്നാണ്. ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 1-2 പേരോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നോർമലി ഗ്രൂപ്പ് ഓഫ് 4 ആണ് അവർ ആ ഒരു ടീ ടൈം ഇടുന്നത്. അപ്പം ചില ടൈമിൽ നമ്മൾ ഭയങ്കര സ്ട്രേഞ്ചേഴ്സായിട്ട് നമുക്ക് കളിക്കേണ്ടി വരും. സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഫൺ, ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ബി എംബറാസിങ് ആസ് വെൽ. ബിക്കോസ് ചിലപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്നത് ഭയങ്കര പ്രോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ബട്ട് നമ്മളെ പോലെ തന്നെ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫൺ. ഡിപ്പെൻസ് ആരാണ് നമ്മുടെ കൂടെ കളിക്കുന്നതെന്ന് വെച്ചാൽ. ഐ ഹോപ്പ് ഇന്ന് നമ്മുടെ കൂടെ അങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ കളിക്കുന്ന ആൾ ഭയങ്കര ബിഗിനറായിട്ടുള്ള ആളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ കൂടെ കളിക്കുന്ന ആൾ ഭയങ്കര പ്രോ ആയിട്ടൊക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേസിൽ നമുക്ക് കീപ്പപ്പ് ചെയ്യേണ്ടി വരും. സോ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അങ്ങനെ വളരെ നല്ലൊരു ഡ്രൈവിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കേസ്റ്റോവൽ ഗോൾഫ് ക്ലബ്ബ് എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ പേര് വരുന്നത്. ഈ ബിൽഡിങ്ങിനുള്ളിൽ കാണുന്ന റിസപ്ഷനിൽ ചെന്നിട്ടാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. കാർട്ടിനും നമ്മൾ ചേർത്തിട്ടായിരിക്കും ഇവിടെ പേ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 7:30 ആകുന്നതേ ഉള്ളൂ. സോ ഒരു പീസ്ഫുൾ ആൻഡ് അവിടെ നോക്കിക്കേ, ഓൾമോസ്റ്റ് യെല്ലോ റെഡ് ആ ഒരു വന്നിട്ടുണ്ട്. നമ്മൾ പേ ചെയ്യാൻ കയറുന്നിടത്ത് ഇങ്ങനെയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി. ആൻഡ് ഇവിടെ ഫിൽമിങ് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അവിടെ കാണുന്ന ആ കൗണ്ടറിലാണ് നമ്മൾ ചെന്നിട്ട് പേ ചെയ്യുന്നത്. നമ്മൾ പേ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ കാർട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഓരോ ഹോൾസ് വരുന്നത്. ഇത് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ഹോളാണ്. ഞാൻ ഫസ്റ്റ് എടുക്കാൻ ആക്ച്വലി മറന്നുപോയാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഗോൾഫിനെ കുറിച്ച് ഒരുപാട് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഗോൾഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫൺ, റിലാക്സിങ് ആൻഡ് എ ബിറ്റ് ഓഫ് എ പേഷ്യൻസ് ഗെയിം. ഒരു തവണ നമ്മൾ കളി തുടങ്ങി ആ ഒരു ഹരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര അഡിക്റ്റീവ് ആക്കുന്ന ഒരു ഗെയിം കൂടിയാണ് ഇത്.
ബേസിക്കലി ഗോൾഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗെയിം വെർ യു ട്രൈ ടു ഹിറ്റ് എ ടൈനി ബോൾ ഇൻ ടു എ ഹോൾ, അതും കുറഞ്ഞ ഷോട്ട്സിൽ. ഒരു ഫുൾ കോഴ്സ് വരുന്നത് യൂഷ്വലി 18 ഹോൾസാണ്, പക്ഷേ 9 ഹോൾസ് ഉള്ള കോഴ്സും ഉണ്ട്. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പലതരത്തിലുള്ള ക്ലബ്സ് യൂസ് ചെയ്യും. ഈ ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്റ് ടൈപ്പ് ഓഫ് തിങ്ങിനെയാണ് നമ്മൾ ക്ലബ് എന്ന് പറയുന്നത്. ഈ ആളുകൾ കളിക്കാൻ നിൽക്കുന്നില്ല, അവിടെ നിന്നായിരിക്കും ഒരു ഹോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മളത് അടിച്ച് അവസാനം ഈ സ്മൂത്ത് ഗ്രീനിഷ് ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഏരിയയില്ല, അതിന് ഈ ഗ്രീൻസ് എന്നാണ് പറയുന്നത്. ആ ഒരു ഫ്ലാഗ് വെച്ചിരിക്കുന്നിടത്തൊരു ഹോളുണ്ട്, ആ ഹോളിലാണ് നമ്മൾ കൊണ്ട് ഇടേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാർട്ട്. ഇതിൽ ഞാൻ കളിക്കുന്ന കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ ഗൈസ്, യു വിൽ ഹാവ് ടു ബെയർ വിത്ത് മീ. കാനഡയിൽ ഗോൾഫ് സീസൺ യൂഷ്വലി വരുന്നത് സ്പ്രിംഗ് ടു ഫോൾ ടൈമിലാണ്. റഫ്ലി അറൗണ്ട് ഏപ്രിൽ ടു ഒക്ടോബർ ടൈമിലാണ് ഇത് കൂടുതലായിട്ടും ആളുകൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തുടങ്ങുന്ന ഫസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും par 5 എന്നുള്ളത്. അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ ആൻഡ് ഇതായിരിക്കും ആ ഒരു ഹോളിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം നമ്മൾ ഈ 5 സ്ട്രോക്കിൽ നമ്മൾ ലാസ്റ്റ് ഹോൾ ഫിനിഷ് ചെയ്യണം, അതാണ് par 5 എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബോളൊക്കെ ചീത്തയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഓരോ ഹോളിങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഹോളിലേക്ക് ഇങ്ങനെ കാത്തിപ്പോകാൻ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നത് കാർ ഓടിക്കുന്നതിനേക്കാൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹോൾ എവിടെയാണോ അടിച്ചിടുന്നത് അവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കാട്ടിലിങ്ങനെ ഒരു ചെറിയ വെയിലും നല്ല തണുപ്പത്തൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ എനിക്കറിയാവുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പറയാം. ഗോൾഫ് കോഴ്സിൽ ഓരോ ഹോളിനും ഓരോ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിനെ പാർ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പാർ പലതരത്തിലുണ്ട്. ഈ പാർ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഹോള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഫർ എടുക്കുന്ന എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് സ്ട്രോക്സിനെയാണ് പറയുന്നത്. പാർ യൂഷ്വലി 3 ടൈപ്പാണ് വരുന്നത്: par 3, par 4, par 5. par 3 എന്ന് പറയുന്നത് ഷോർട്ട് ഹോളാണ്. അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഷോട്ട് വെച്ച് ആ ഗ്രീൻസിൽ ലാൻഡ് ചെയ്യിക്കുക, എന്നിട്ട് 2 പട്ട് വെച്ചിട്ട് ഹോളിലിടണം ബോൾ. ഈ പട്ട് എന്നതിനർത്ഥം ആ തട്ടിയിടുന്ന സ്മോൾ ഷോട്ടിനെയാണ്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് par 4 ആണ്. അത് മീഡിയം ലെങ്ത് ഹോളാണ്. 2 ഷോട്ട് ഗ്രീനിലേക്ക്, പിന്നെ 2 പട്ട്. ദെൻ par 5 ലോങ് ഹോൾ, 3 ഷോട്ട്സ് ടു ഗ്രീൻ, ദെൻ 2 പട്ട്സ്. ഇതാണ് ബേസിക്കായിട്ട് ഗോൾഫിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇന്നധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ കുറച്ചധികം ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ വലിയ തിരക്ക് പിടിച്ച് അങ്ങനെ ചെയ്യണം എന്നൊന്നുമുള്ളൊരു ഫീല് തോന്നുന്നില്ല. ആൻഡ് ഇറ്റ്സ് really good day here because വലിയ വെയിലുമില്ല, എന്നാൽ വലിയ തണുപ്പുമില്ല, എന്നാൽ ഒരു ചെറിയ തണുപ്പുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ക്ലൗഡി ആയി പെട്ടെന്ന്. ഗൈസ്, എനിക്ക് കാട്ടോടിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ CID മൂസിലെ ഈ പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ ഓടിച്ച് നടക്കുമായിരുന്നു. അതും പുറകിൽ ആളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പണി മേടിക്കും. ജസ്റ്റ് എ സജഷൻ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും കളിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ഗൈസ് ഡു ഹാവ് എ സെൻസിറ്റീവ് സ്കിൻ ഓർ സോഫ്റ്റ് സ്കിൻ, ഐ വുഡ് സജസ്റ്റ് യു ടു വെയർ ഗ്ലൗസ് ഇഫ് യു ആർ പ്ലേയിങ്. ബിക്കോസ് എൻ്റെ കൈ ഭയങ്കര സെൻസിറ്റീവ്, കൈയെന്ന് മാത്രമല്ല എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. സോ ഞാൻ കളിക്കുമ്പോൾ ഞാൻ ഗ്ലൗസ് കൊണ്ടുവരാൻ മറന്നുപോയി. ഭയങ്കര വേദന, ഇറ്റ്സ് അൺസൈക്കബിൾ ഗൈസ്. കൈയെല്ലാം ഭയങ്കര സീനായി. Almost done. And that's our last hole guys. കഴിഞ്ഞു ഇന്നത്തെ പ്രഹസനം. നന്നായി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഇത് കഴിഞ്ഞിറങ്ങിയ ഉടനെ എന്തെങ്കിലും ഞം.
അധികം പെരുപ്പിക്കാണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് സ്കോറിംഗ് ടേംസ് കൂടെ പറഞ്ഞിട്ട് ഞാനിത് നിർത്താം ഗൈസ്. നമ്മളൊരു ഹോള് എക്സാക്ട്ലി പാർ സ്ട്രോക്സിൽ കംപ്ലീറ്റ് ചെയ്താൽ അതിനെ പാർ ഷോട്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒരു ഷോട്ട് കുറവായിട്ടാണെങ്കിൽ, അതായത് പാർ 4ൻ്റെ ഹോളിൽ 3 ഷോട്ട്സിൽ ഫിനിഷ് ചെയ്താൽ അതിനെ ബേർഡി എന്ന് പറയും. 2 ഷോട്ട് കുറവായാൽ അതിനെ ഈഗിൾ എന്ന് പറയും. ഇത് വളരെ റെയറായിട്ടേ സംഭവിക്കും. അതുപോലെ തന്നെ പാറ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഷോട്ട്സ് എടുത്താൽ ബോഗി എന്ന് പറയും. അതായത് പാർ 4ൻ്റെ ഹോളിൽ 5 ഷോട്ട്സ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ 2 ഷോട്ട് കൂടുതലായാൽ ഡബിൾ ബോഗി അങ്ങനെ പറയും. അപ്പം നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്, ഈ ഡബിൾ ബോഗിയൊക്കെ കിട്ടുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ, യു വിൽ ഇംപ്രൂവ് ഗൈസ്, ട്രസ്റ്റ് മീ. ആൻഡ് ദാറ്റ്സ് എ റാപ്പ് ഗൈസ്. 18 ഹോൾസും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വാസൻറ്റ് ദാറ്റ് ബാഡ്. ഒരു നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. ലൈക്ക് ദ വെതർ ആണെങ്കിലും കളിയാണെങ്കിലും കാട്ടിവിടെ തിരിച്ചു കൊടുക്കണം, എന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ബിക്കോസ് ഭയങ്കര എക്സോസ്റ്റഡ് ആണ് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ കയറാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഭയങ്കര ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതെ, 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താലും കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. ബിക്കോസ് അത്രമാത്രം തിരക്കാണ് അവിടെ കാണുന്നത്. സോ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെയും തിരക്കാണെങ്കിൽ വീട്ടിൽ പോയി അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെയെങ്കിലും തിരക്കില്ലാണ്ടില്ല ചെയ്തിരുന്നാൽ മതിയായിരുന്നു. I'll take one of those fried chicken. Yeah. Spicy or regular? Spicy, please. And anything to drink? Sorry. It's okay. I'll have orange juice as well. Perfect. Yeah. Are there any allergies here? No. Thank you so much. Thank you. നമ്മുടെ നാട്ടിൽ ചോറിന് ഉപയോഗിക്കുന്ന മുട്ട വറുത്തതാണ് ഇവരിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഹാർട്ടും വയറും എല്ലാം ഫുൾ. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം ഈ വ്ളോഗിൽ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. But please do forgive me. I'll make it better next time. രണ്ടും എനിക്ക് ഭയങ്കര പുതുമയുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരുമിച്ച് ചെയ്തത്. So it's okay. But I hope you guys will like it. And നിങ്ങളിത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ please do subscribe and show me some love. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.